നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇന്നു മുതൽ 1 വർഷത്തിനകത്ത് വിചാരണ പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം. ഹൈക്കോടതി നടപടികളിൽ തെറ്റില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ CT രവികുമാർ, സഞ്ജയ് കരോൾ എന്നിവരുടെ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. തൊണ്ടിമുതൽ കേസിലെ പുനരന്വേഷണത്തിനെതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിലെ പ്രതികൾ അടുത്ത മാസം 20-നോ അല്ലെങ്കിൽ അടുത്ത കോടതി പ്രവൃത്തി ദിനത്തിലോ ഹാജരാകണം. UDF-ന് തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയുണ്ടാകും. സന്ദീപ് ജിഫ്രി തങ്ങളെ കണ്ടിട്ടും കാര്യമില്ല AK ബാലൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദീപ് വാര്യറുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ടിന് തിരിച്ചടി ലഭിക്കുമെന്ന് AK ബാലൻ പറഞ്ഞു. സന്ദീപ് വാര്യറുടെ കറപറ്റിയ കൈകളെ അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകിയാലും രക്ഷയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മനുസ്മൃതിയുടെ ഭരണം വരുമെന്ന് പറഞ്ഞ ആൾ ജിഫ്രി തങ്ങളെ കണ്ടിട്ടും കാര്യമില്ലെന്ന് AK ബാലൻ പറഞ്ഞു. ആരെ പറ്റിക്കാനാണിതെന്ന് അദ്ദേഹം ചോദിച്ചു. കോൺഗ്രസും RSSും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇപ്പോൾ പ്രകടമാണ്. അവസാന ഘട്ടത്തിലാണ് അണിയറ രഹസ്യങ്ങൾ പുറത്തുവന്നത്. അതിന്റെ ഭാഗമായാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഒരാൾ BJP വിട്ട് കോൺഗ്രസിൽ പോയതിന് CPM എന്തിനാണ് കരയുന്നത്? പത്രപരസ്യം BJPയെ ജയിപ്പിക്കുവാൻ. പാലക്കാട്ടെ CPM പത്രപരസ്യം BJPയെ ജയിപ്പിക്കാനാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. സന്ദീപ് വാര്യർക്കെതിരെ പത്രത്തിൽ കൊടുത്തത് വർഗീയ പരസ്യമാണ്. ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന പത്രങ്ങളിൽ മാത്രമാണ് പരസ്യം നൽകിയതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒരാൾ BJP വിട്ട് കോൺഗ്രസിൽ പോയതിന് CPM എന്തിനാണ് കരയുന്നത്? ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPയെ സഹായിക്കുവാൻ കഴിയുമോ എന്ന് CPM ശ്രമിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിൽ പന്ത് തട്ടാൻ മെസ്സി എത്തും. സൌഹൃദ മത്സരം 2025 സ്ഥിരീകരിച്ച മന്ത്രി. 2025 നടക്കുന്ന സൌഹൃദ മത്സരത്തിനായി ലയണൽ മെസ്സി അടക്കമുള്ള ടീം കേരളത്തിൽ എത്തുമെന്ന് സ്ഥിരീകരിച്ച കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. അർജന്റീന ടീമിനെ ക്ഷണിക്കുവാൻ സ്പെയിനിൽ പോയിരുന്നുവെന്നും 1.5 മാസത്തിനകം അർജന്റീന പ്രതിനിധികൾ കേരളത്തിലെത്തുമെന്നും മന്ത്രി അറിയിച്ചു. 2 മത്സരങ്ങളാണ് ഉറപ്പിച്ചിട്ടുള്ളത്. ഏഷ്യയിലെ 2 ടീമുകളാകും അർജന്റീനയ്ക്കെതിരെ കളിക്കുക. സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കും മത്സരം നടക്കുക. വ്യാപാര വ്യവസായ അസോസിയേഷനുമായി ചേർന്ന് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ മത്സരം നടത്തുവാനുള്ള സഹായ ഉറപ്പ് നൽകി. അവരായിരിക്കും സ്പോൺസർമാർ. ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളുമെല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേജ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേജ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. പാണക്കാട് തങ്ങളെ വിമർശിക്കരുതെന്ന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. NN കൃഷ്ണദാസ്. പാണക്കാട് തങ്ങളെ വിമർശിക്കരുതെന്ന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് CPM നേതാവ് NN കൃഷ്ണദാസ്.
മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ലീഗിന് നേതൃത്വം നൽകുന്ന നേതാവിനെ വിമർശിക്കരുതെന്ന് വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതി. വിമർശിക്കാൻ പാടില്ലെങ്കിൽ തങ്ങളെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. സഹകരണ സംഘം പ്രസിഡന്റ് തൂങ്ങി മരിച്ച നിലയിൽ. മരണം അഴിമതി ആരോപണത്തെ തുടർന്ന് ഒളിവിൽ കഴിയുന്നതിനിടെ സഹകരണ സംഘം പ്രസിഡന്റിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് മോഹനകുമാറിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളറടയിൽ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിന് സമീപമാണ് മുണ്ടേല മോഹനന്റെ മൃതദേഹം കണ്ടെത്തിയത്. മലയാളി വിദ്യാർത്ഥി ബംഗളൂരുവിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ. മൃതദേഹം ജീർണിച്ച അവസ്ഥയിൽ. വയനാട് സ്വദേശിയായ ബിരുദ വിദ്യാർത്ഥിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മേപ്പാടി തറയിൽ TM നിഷാദിന്റെ മകൻ മുഹമ്മദ് ഷാമിലാണ് മരിച്ചത്. രാജനഗുണ്ടയിലെ അപ്പാർട്ട്മെന്റിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മത്തിക്കരെ MS രാമയ്യ കോളേജിലെ BBA 3ാം വർഷ വിദ്യാർത്ഥിയാണ്. കൂടെ താമസിച്ചിരുന്നവർ വെള്ളിയാഴ്ച നാട്ടിലേക്ക് മടങ്ങിയതിനാൽ ഷാമിൽ ഒറ്റയ്ക്കാണ് മുറിയിലുണ്ടായിരുന്നത്. ഞായറാഴ്ച രാവിലെ ഇവർ മടങ്ങിയെത്തിയപ്പോഴാണ് ജീർണിച്ച നിലയിൽ മൃതദേഹം കണ്ടത്. കുസാറ്റ് മെട്രോ സ്റ്റേഷന് സമീപം വാഹനങ്ങളുടെ കൂട്ടയിടി. ദേശീയപാതയിൽ കുസാറ്റ് മെട്രോ സ്റ്റേഷന് സമീപം KSRTC ബസ്സടക്കം വാഹനങ്ങളുടെ കൂട്ടയിടി. ആർക്കും പരിക്കില്ലെങ്കിലും ആലുവ ഭാഗത്തേക്കുള്ള ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. രാവിലെ 11:15 സംഭവം. ദേശീയപാതയോരത്ത് ഒതുക്കുവാൻ ശ്രമിക്കുകയായിരുന്ന ചരക്ക് വാഹനത്തിൽ എറണാകുളത്ത് നിന്നും മൂന്നാറിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ചരക്ക് ലോറി തൊട്ടുമുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ പിന്നിലും ഇടിച്ചു. 3 വാഹനങ്ങൾക്കും നാശമുണ്ടായി. KSRTC ബസ്സിൽ 20ഓളം യാത്രക്കാരുണ്ടായിരുന്നു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സെറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം.